പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ വാക്യങ്ങളിലൂടെ സുഭാഷിതങ്ങൾ 3:27 നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. ദൈവം നമ്മളോട് ആജ്ഞാപിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും പറ്റില്ല. ഈ ഭൂമി ആർക്കും സ്വന്തമല്ല. നമ്മളിലെ ഉള്ളവരെ ദൈവത്തിന് ഒരു ഓഹരി, നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ദൈവത്തിനൊരു ഓഹരി, പാവപ്പെട്ടവർക്കൊരു ഓഹരി, അനാഥർക്കും വിധവകൾക്കൊരു ഓഹരി, രോഗികളായവർക്കൊരു ഓഹരി, അങ്ങനെ കൊടുക്കണം. ദൈവത്തിനൊരു ഓഹരി, പിന്നെയുള്ളൊരു ഓഹരി ഈ പറഞ്ഞ 4 വിഭാഗങ്ങൾക്ക് വിരിച്ചു കൊടുക്കണം നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന്. നാല് കുടുംബാംഗങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഒന്ന്, തീരെ ദാരിദ്ര്യത്തിൽ ജോലിക്ക് പോകാൻ പറ്റാതെ കഴിയുന്ന കുടുംബനാഥന് രോഗം, ജോലിക്ക് പോകാൻ പറ്റില്ല, ദാരിദ്ര്യം, പിള്ളേർക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, ഭയങ്കര കഷ്ടപ്പാട്. അവരെ നമ്മൾ കാണാതെ പോകരുത്. രണ്ടാമത്, ആരോഗ്യമുണ്ടായിട്ടും ജോലിക്ക് പോകാതെ കുടുംബനാഥന്മാർ കിടക്കുന്ന ദരിദ്രരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവരെ നമ്മൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അനാഥരും വിധവകളുണ്ട്, അവരെ നമ്മൾ കാണാതെ പോകരുത്. ശമ്പളം 100 രൂപ അല്ലെങ്കിൽ 10,000 രൂപ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും 10% ദൈവത്തിന് ഉള്ളതാണ്. അത് കൊടുത്തേ മതിയാവും. 10% ഈ 4 പേർക്ക് വീതിച്ച് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ സ്വർഗം വസിക്കും, നമ്മുടെ കുടുംബത്തിൽ സ്വർഗം വസിക്കും. ദൈവം, തീർച്ചയായിട്ടും ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അവിടെ സന്തോഷം ഉണ്ടാവും. നമുക്കെല്ലാം ജീവിതത്തിൽ വേണ്ടതെല്ലാം കൂട്ടിച്ചേരും. വേറൊരു വിഭാഗം ജനമുണ്ട്, സമ്പത്ത് വന്ന് കുമിഞ്ഞു കൂടും. അവർ കെട്ടങ്ങളും സൗധങ്ങളും ആഡംബരക്കാറുകളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൂടും. എല്ലാ സുഭിക്ഷതയും അവർക്കുണ്ട്. അവരുടെ സമ്പത്തിങ്ങനെ സ്വർണവും പണവും എല്ലാം മുറികൾക്കുള്ളിൽ ഇങ്ങനെ കൂമ്പാരം കൂടിയിരിക്കും. പക്ഷെ അവർ നന്മ ചെയ്യുന്നില്ലെന്നല്ല, അവർക്ക് കിട്ടുന്ന